السلام عليكم ورحمة الله. إفادة حديث كلاس إريو عن أنس رضي الله عنه قال: كان أخوان على عهد النبي صلى الله عليه وسلم، وكان أحدهما يأتي النبي صلى الله عليه وسلم والآخر يحترف، فشكى المحترف أخاه للنبي صلى الله عليه وسلم فقال: لعلك ترزق به. رواه الإمام الترمذي رضي الله عنه. അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, നബി തങ്ങളുടെ കാലത്ത് രണ്ട് സഹോദരന്മാരിന്നാറ്. ഒക്കാന അഹദുഹുമായ എത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രണ്ടാളിൽ ഒരാള് നബി തങ്ങളെ മുട്ട ഇൽമു പഠിക്കുവാനായിട്ട് അയാൾ പോയോണ്ടിന്ത്. വൽ ആഖറു യഹ്തരിഫു, പിന്നൊരാള് അതുക്ക് പോണ കുറിച്ചൊത്തില്ല, അയാൾ സ്വർത്തുക്ക് പോയോണ്ടിന്ത്. അങ്ങനെ ഫശക്കൽ മുഹ്തരിഫു അഖാഹു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വർത്തുക്ക് പോകേണ്ട ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിക്ക് വന്നിട്ട് കേസ് ചൊന്തു, നബിയെ ഞാനിങ്ങനെ സ്വറാക്കിയിട്ട് അധ്വാനിച്ചിട്ട് ഔത്തുൽ ചോറ് കൊടുക്കുന്നു, നന്റെ ഈ അലവണൊടുത്ത് നിങ്ങളൊട്ടിക്ക് ഇങ്ങനെ പഠിക്കുവേണ്ടേൻ. അപ്പൊ നബി തങ്ങ ചൊന്ന ഉത്തരം എന്തൊരു വന്നുണ്ടാ, ഫഖാല ലഅല്ലക തുർസഖു ബിഹി, നീ ഒരു വിസ അർത്ഥാക്കണു, ഈ ആളെ കൊണ്ടായിട്ടിക്കു ചിലപ്പോ നന്റെ ഒട്ടിക്ക് പഠിക്കുവേണ്ട ഈ മുതഅല്ലിമിയുടെ കാരണം കൊണ്ടായിട്ടിക്കു നിക്ക് അല്ലാഹു റിസ്ക് തണ്ടേ, അതുകൊണ്ട് നീ കേസ് ചൊല്ലണ്ടാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിത്ത്. അപ്പൊ ഇതിൽ ചെമ്മ കാര്യം നമ്മൾ മനസ്സിലാക്കുകൊണ്ടു, നബി തങ്ങളെ മുട്ട ഇൽമു പഠിക്കുക ഒരാൾ പോണ്ടോ, അതുപോലെ ആ ഇൽമു പഠിക്കുക ആൾക്ക് സഹായാക്കുക ആൾക്കുടെ ഉദ്ദേശത്തിലും ഔത്തരങ്ങൾക്ക് സഹായാക്കുടെ ഉദ്ദേശത്തിലും അങ്ക് ചോർക്കുള്ള ഉദ്ദേശത്തിൽ വേറൊരാൾ സ്വർത്തുക്ക് പോണ്ടോ. അപ്പോ സ്വർത്തുക്ക് പോകേണ്ട ആളൊട്ടിയെ നബി തങ്ങ ചൊന്നേ, നിന്റെ ഇലവുണ്ടും കൂടി നീ ദർസിലെ ബുട്ട്പാട്ടി എടുത്തോണ്ട് പോകണുണ്ടല്ല, പിന്നെയോ നീ നിക്ക് റിസ്ക് കിട്ടുക ഇയാളെ കാരണം കൊണ്ടുണ്ടാണ്. അപ്പൊ ഈ ഇൽമു പഠിക്കടെ മുതഅല്ലിമു എത്ര പവറുണ്ടോന്ന് ചെന്നിട്ട് നമുക്ക് ഈ ഹദീസിലൂടെ മനസ്സിലാവും. പിന്നൊരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കുള്ളൂ, എന്തിനെന്ന് ചെന്നെങ്കിൽ സ്വന്തം ഇളങ്ങമാറ് എവിടെങ്കിലും ദർസില അല്ലെങ്കിൽ എവിടെങ്കിലും ദഅവത്തില മൊത്തത്തിൽ എവിടെങ്കിലും ഏതെങ്കിലും ഉസ്താദ്മാരെ മുട്ട ദീനി ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ക് ഞങ്ങ വേണ്ടിയ സൗകര്യം എല്ലാം ആക്കി കൊടുക്കണു, അങ്ക് ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ നിറവേറ്റി കൊടുക്കണു. അവനൊടുത്ത എന്തും തലവെച്ചില്ലാണ്ട് ഇങ്ങനെ പഠിക്കരെ, നാനൊടുത്ത് ഇങ്ങനെ അധ്വാനിക്കരെ, കഷ്ടപ്പെട്ട് എന്തിക്ക് അവനും നന്റെ പോലെ കഷ്ടപ്പെടുത്ത പിന്നെ ഗൾഫിക്ക് പോവട്ട് സ്വറാക്കട്ട് ചൊന്നിട്ട് ചിന്തിക്കിടതിരെ ബദല് നന്റെ ഇളവനായ ഓർത്ത അവന്റെ കാരണത്തിലാണ് നക്ക് റിസ്ക് കിട്ടുക എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ആ ഏറ്റവും വലിയ ആ ഒരു മർത്തബ, ആ ഒരു സ്ഥാനത്തിൽ നന്റെ ഇളവനോർത്ത ഇക്കട്ട് അല്ലെങ്കിൽ നന്റെ മോനോർത്ത ഇക്കട്ട് എന്ന് ചൊല്ല ചിന്ത നമുക്ക് ബർണുണ്ടാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പാട്ടു. ഇൽമു പഠിക്കട ആൾക്ക് പഠിക്കുക പോയെങ്കിലത്തെ ആൾക്ക് വലിയ മഹത്വ ലോകത്തെ ഹബീബായ നബി തങ്ങൾ പഠിപ്പാട്ടു. അങ്ങനത്തെ ഒരു മഹത്വ ഒരാൾക്ക് പോലും കാട്ടുക സാധ്യമേ ഇല്ല. എല്ലാ പിന്നെ മഹത്വവും അല്ലാഹു തആല കൊടുക്കണം. ഏതുവരെ മലായിക്കത്ത്, ഒരു തെറ്റും ചെയ്യാത്ത മലായിക്കത്ത് വരെ അങ്ക് അങ്ങളെ ചിറക് റെക്ക ഇങ്ങനെ താഴ്ത്തിട്ട് അങ്ക് റഹ്മത്ത് ചൊരിടാറ്, തണലിട്ട് കൊടുക്കിടാറുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി എനിക്കത്തെ ഹദീസുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ഔത്തുലു ഞങ്ങളെ ഒരു മോണു അല്ലെങ്കിൽ ജണ്ടു മക്ക അല്ലെങ്കിൽ ഞങ്ങളെ ജണ്ട് ഇളങ്ങമാർ അങ്ങ് മുതഅല്ലിമാവട്ട് ദർസ് പഠിക്കട്ട്, ദർസ് മൊത്തം ക്ഷീണിച്ചുകൊണ്ടുള്ള എനിക്കത്തെ ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ എനിക്കത്തൊരു ഹദീസാണ് ഇത്. പിന്നെ ഭൗതികമായ നേട്ടത്തെ ആൽച്ചനാക്കിയിട്ട്, പൈസത്തെ ആൾച്ചനാക്കിയിട്ട്, സമ്പത്തെ ആൾച്ചനാക്കിയിട്ട്, ആഡംബരത്തെയും സുഖത്തെയും ആൾച്ചനാക്കിയിട്ട് ഈ ഇൽമുടെ ദർസി ജ്ഞാനത്തെ യന്ത്രമാ ഒരു പയഞ്ച രൂപത്തിൽ, ഒരു പലയ രൂപത്തിൽ, പഴകിയ രൂപത്തിൽ കാണുന്ന അവസ്ഥകളാണ് ഇന്നത്തെ മോഡേൺ തലമാറി എത്തിക്കൊണ്ടുള്ള. അതൊരിക്കലും പാടില്ലാണ്ടാണ് ഈ ഹദീസിൽ നബി തങ്ങൾ പഠിപ്പാട്ട്. ഞങ്ങ എത്ര വലിയ സുഖം, എത്ര വലിയ സന്തോഷം ഞങ്ങൾക്ക് കിട്ടിയെങ്കിലും ഞങ്ങളെ ഔത്തരെ ഇൽമു പഠിക്കുക പോയെങ്കിൽ ആ മുതഅല്ലിമിയുടെ ബർക്കത്ത് കൊണ്ടായിട്ടിക്കു ഞങ്ങൾക്കല്ല ഇത് കിട്ടുന്നതിന് ചൊന്നിട്ട് ഈ ഹദീസ് ഞങ്ങൾക്ക് പഠിപ്പാട്ടി കൊണ്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ പ്രായത്തില് ഞങ്ങളെ കുടുംബത്തിൽ ഒരു 10 ആള് അല്ലെങ്കിൽ ഒരു 5 ആളെങ്കിലും ഇൽമു പഠിച്ചെങ്കിൽ ആലിമീങ്ങ ആവട്ട് ഈ ഹദീസ് നബി തങ്ങ പഠിപ്പാട്ട് ഞങ്ങൾക്ക് അതായിട്ടിക്കും. അതുകൊണ്ട് ആ കാര്യം ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണു. ഒരാളെ ഇൽമു പഠിക്കുക പോയെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം മഖ്ദൂം റളിയല്ലാഹു അൻഹു മഖ്ദൂം തങ്ങ ചെന്ന പോലെ മംഫി ത്വരീഖിൻ ലിത്തഅല്ലുമി യസ്ലുകു ഫഇലൽ ജിനാനി ലഹു ത്വരീഖുൻ സുഹില. ഒരാൾ ഇൽമു പഠിക്കണമെങ്കിൽ തെരുൾ ഇങ്ങനെ കടന്നുപോയെങ്കിൽ അവൻ സ്വർഗത്തുള്ള തെരുളാണ് കടന്നുപോയില്ലേ. അതുകൊണ്ട് നണ്ടൊരു ഇലവണു അല്ലെങ്കിൽ നണ്ടൊരു മോണു സ്വർഗത്തെ തെരുളിക്കുമ്പോ ഇൻഷാ അല്ലാ നന്റെയും ആ തെരുക്കോണു കൂട്ടാണ്ടിക്കല്ലേ. അതുകൊണ്ട് നണ്ടൊരു ഇലവണു അല്ലെങ്കിൽ നന്റെ മോണു ഒരു മുതഅല്ലിമാവണു, ദീനി പഠിക്കണമെങ്കിൽ ഒരു വിദ്യാർത്ഥിയായി മാറണു. അവനക്ക് വേണ്ടിയ എല്ലാ സൗകര്യവും ഞാൻ ആക്കി കൊടുക്കണു. അവനെ കൊണ്ട് നക്ക് വിജയമുണ്ട്, ദുനിയാവിൽ നക്ക് റിസ്ക് കിട്ടു, ആഖിറത്തിലും നക്ക് വിജയം കിട്ടകൂ ഓനെ കാരണായിട്ടിക്കൊണ്ടു
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിനെ ഞങ്ങൾ ശരിക്കും ഉൾക്കൊള്ളണു. ലഅല്ലക തുർസഖു ബിഹി ണ്ടാണ് നബി തങ്ങൾ ചൊന്നെ. ഈ പണിയെടുത്തിട്ട് ഓണുകു ഓന്റെ വളത്തിറങ്ങിയത്തെ മുതാലിമിയുടെ വളത്തിറങ്ങിയത്തെ ആളൊട്ടിಗೆ നബി തങ്ങൾ ചൊന്ന പലക്ക നിന്റെ പവറിലല്ല നിക്ക് ഭക്ഷണം കിട്ടേ ഈ മുതാലിമിയുടെ ബർക്കത്ത് കൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടിപാട്ടിത്ത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെങ്കത്തെ അവസ്ഥ നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടാവണം. ഞങ്ങ പിന്നെ പഠിക്കണമെങ്കത്തെ മുതാലിമീങ്ങൾക്ക് ഞങ്ങൾ ഔത്തുരെ പഠിക്കുവായെങ്കിത്ത മുതാലിമീങ്ങൾക്ക് ഞങ്ങൾ എന്തൊരു സൗകര്യമാക്കി കൊടുത്തെങ്കിലും അത് ഇരട്ടിക്കരട്ടിയായി പ്രതിഫല പോലും ഞങ്ങൾക്ക് ധാരാളം കിട്ടും ഈ ഹദീസിലെ വിശദീകരണത്തിൽ ഞങ്ങൾക്ക് ചൊല്ലുക സാധ്യ. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അയാളെ ആക്ഷേപിക്കാണ്ട് അയാൾ പഠിക്കുകയും പ്രചോദനയും ഇയാൾക്ക് ജോലി എടുക്കുകയും എന്നിട്ട് സ്വറ എടുത്തിട്ട് ഇയാൾക്ക് പിന്നെ സൗകര്യമാക്കി കൊടുക്കുകയും നബി തങ്ങ ഈ ഹദീസിലൂടെ പ്രചോദനാക്കിട്. അപ്പൊ ഈ ഹദീസ് എപ്പോഴും ഞങ്ങളെ ഓർമ്മയിലുണ്ടാവട്ടെ. ലഅല്ലക തുർസഖു ബിഹി ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസ് ആയിട്ടിക്കട്. അല്ലാഹു തആല നമുക്ക് അതൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.